ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എ ലൈൻ സ്കർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ അതിന് പ്ലീറ്റ് തയ്ക്കണം. ഓരോ പ്ലീറ്റ് വീതം ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ 3.5 ഇഞ്ചിൽ നിന്ന് താഴോട്ട് 5 ഇഞ്ച്, 1/2 ഇഞ്ച് തരത്തിൽ തയ്ച്ചെടുക്കണം. അപ്പം നമ്മളത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ 4 പീസും തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആ ഫ്രണ്ട് പീസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് കൂട്ടി തയ്ച്ചെടുക്കണം. ഇപ്പോൾ അത് നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട് പീസ്. അപ്പോൾ അത് തയ്ച്ച് ഇനി ബാക്ക് പീസ് അതിൻ്റെ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ താഴെ വരുമ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കുറച്ച് ഇട്ടിട്ടുണ്ട്. അവിടം വരെ അത് നമ്മൾ 1.25 ഇഞ്ച് ഇതേ തയ്യൽ തുമ്പിട്ട് തയ്ച്ചെടുക്കണം. അപ്പം നമ്മളിപ്പോൾ അത് തയ്ച്ചെടുത്ത് കഴിഞ്ഞു. ബാക്കി ഇനി അപ്പം അതിൻ്റെ ബാക്ക് ഓപ്പണിൻ്റെ ആ ഓപ്പൺ ഭാഗം തയ്ച്ചെടുക്കാൻ നമുക്ക് ഒരു മടക്കിയിട്ട് ഞാൻ ചുറ്റും ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന പോലെ ചുറ്റും അടിച്ച് എടുക്കുക. ഒരടി മീതം മതി. ഇനി അതടിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ. അപ്പം സ്ലിറ്റും അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കും അടിച്ച് ഫ്രണ്ടും അടിച്ചു. ഇനിയിപ്പം ബാക്കും ഫ്രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ 2 സൈഡും അടിച്ചെടുക്കണം. അപ്പം ആ 2 സൈഡും തയ്ച്ചെടുക്കുക. അപ്പോൾ അത് 2 സൈഡും നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ആ ചരട് കെട്ടുന്ന ഭാഗത്തിൻ്റെ ആ സൈഡ് എടുത്തിട്ട് അതിങ്ങനെ വിടർത്തി വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് സിബ് വയ്ക്കുകയാണ്. അപ്പം അതിങ്ങനെ വിടർത്തി വെച്ച് ആ സിബ് അതിൻ്റെ തയ്യലിൻ്റെ നടുഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ആ സിബ് അങ്ങനെ എടുത്ത് അതിനകത്ത് ഒരു പിന്നോ വല്ലതും വെച്ച് കുത്തി വയ്ക്കണം. അങ്ങനെ ആ സിബ് സിബിൻ്റെ നല്ല വശത്ത് വരത്തക്ക രീതിയിൽ വേണം. ഇത് ചീത്ത വശമായിട്ടാണ് വെക്കണം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ആ നൂലഴിച്ച് വിട്ടാൽ മതി, ഈ നല്ല വശത്തിൻ്റെ. എന്നിട്ട് 2 സൈഡും അരികു ചേർത്ത് അടിച്ചെടുക്കുക. സിബ് ഈ പാവാടയ്ക്ക് വലുതായിട്ട് വണ്ണം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സിബ് വെച്ചാണ്. എന്നാലും ഇപ്പോൾ തയ്ച്ച് ഞാൻ എടുത്തിരിക്കുകയാണ്. 2 സൈഡും തയ്ച്ചെടുത്തി സിബ് വെച്ച്. ഇനി ഇപ്പോൾ അത് അഴിച്ചു വിട്ടു. ആ നൂല് ഇങ്ങനെ അഴിച്ചപ്പോൾ ഇതിങ്ങനെ വരും. അപ്പം നമ്മൾ ആ പാവാടയുടെ താഴ്ഭാഗം ഇനി നമ്മൾ മടക്കി അടിക്കണം. താഴ്ഭാഗം അതും അടിച്ചു കഴിഞ്ഞു. നല്ല നാഴ്ഭാഗം ചുറ്റിനും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് ബാൻഡാണ് ചെയ്യേണ്ടത്. അതിന് 3 ഇഞ്ച് വീതിയിലൊരു തുണി, അതിൻ്റെ നീളത്തിനനുസരിച്ച് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും വട്ടം തയ്ച്ചെടുക്കുക. എന്നിട്ട് അതിന് ഹുക്കോ ചരടോ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇതിങ്ങനെ അരികിൽ കൂടെ വട്ടം അടിച്ചു വരണം. ഇപ്പം നമ്മൾ ആ വേസ്റ്റ് ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഹുക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞു. പാവാട തയ്ച്ച് തീർന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ടോ. ബായ്ക്കാണ് ഈ പാവാടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ബായ്ക്ക്. ഇപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.